തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടൊക്കെ വന്നു. ഏതാണ്ട് UDF ഇപ്പൊ വലിയ വിജയത്തിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ UDFന്റെ ഇന്നലെ വരെയുള്ള ഇന്നത്തെ ദിവസം നമുക്കോട്ട് മാറ്റി നിർത്തി ഇപ്പൊ ഉച്ചവരെയല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇന്നലെ വരെയുള്ള UDFന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സതീശനും KC വേണുഗോപാലും തമ്മിൽ പൊരിഞ്ഞടി അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് ചെമ്മരിയാടുകൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നതിനിടയിൽ ഈറ്റ് വീഴുന്ന ചോര കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് രമേശ് ചെന്നിത്തല. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ 3 പേര് തമ്മിലുള്ള അടി ഈ ഇലക്ഷൻ അടുത്ത സമയത്തും ഇലക്ഷൻ നടക്കുന്ന ദിവസങ്ങളിലും ഒക്കെ നമ്മൾ കണ്ട ഈ 3 പേരും കൂടിയുള്ള അടിയാണ്. ഈ 3 പേരും അത്യാവശ്യം ആൾക്കാരെ കൂടെ നിർത്തിയിട്ടുകൊണ്ട് 3 പേരും തമ്മിലുള്ള തർക്കങ്ങളും അടിയും ബഹളവും ഒക്കെയാണ് കാണുന്നത്. ഇത് മോശമാണെന്ന് ഈ ലീഗ് വരെ പറഞ്ഞു. ഇത് വളരെ മോശമാണ്, ഇങ്ങനെ ഒരു പാർട്ടിയിലെ നേതാക്കൾ തന്നെ ഇങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ലീഗ് വരെ പറയുന്ന ഒരു സാഹചര്യത്തിലെത്തി. പല മുതിർന്ന നേതാക്കളും എന്താണ് ഈ നടക്കുന്നതെന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ UDFന് ഈ വിജയം കിട്ടിയേക്കുന്നത്. ഇപ്പം UDFന്റെ കയ്യിലോട്ട് വിജയം എത്തിയിരിക്കുന്നു. പക്ഷെ നാളെ മുതൽ എന്തായിരിക്കും ഈ കോൺഗ്രസിന് അല്ലെ UDFന്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെ കോൺഗ്രസിനകത്ത് നാളെ മുതൽ നടക്കാൻ പോകുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായും ഇപ്പൊ പതിവ് രീതി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്നത് ഒരു ക്രെഡിറ്റ് ചർച്ച വരും. അതായത് നമുക്കറിയാം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകൾ, ഇങ്ങനെ പല ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് എടുക്കാം. ആ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് തന്നെ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നം. അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു, മിന്നുന്ന വിജയമായിരുന്നു. UDF ആദ്യമായിട്ടല്ല വിജയിക്കുന്നത്. UDF ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യവും നമ്മൾ അതിനകത്ത് കാണേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, അതും വലിയ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുന്നത്. ഈ പറയുന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു, അതും മൃഗീയ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനു മുൻപ് ഉമാ തോമസ് വിജയിച്ചു, അത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചു. ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതും മികച്ച മാർജിനിൽ തന്നെ, അതും M സ്വരാജിനെ പോലെയുള്ള ഒരാളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പും വിജയിക്കാൻ കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വന്നിരുന്ന ആ ഉപതെരഞ്ഞെടുപ്പും വിജയിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ വിജയം എന്ന് പറയാൻ പറ്റില്ല. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ മിന്നുന്ന വിജയമൊന്നും അവകാശപ്പെടാൻ പറ്റില്ലെങ്കിൽ പോലും മിന്നുന്ന വിജയമെന്നും വലിയ ആധികാരിക വിജയമെന്നും അവകാശപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വമ്പം വിജയമുണ്ടാക്കിയ വിഭാഗമാണ് UDF എന്ന് പറഞ്ഞാൽ. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ പരിശോധിച്ചാൽ മതി. നമ്മൾ ആദ്യം നോക്കുക, ആദ്യം ആരൊക്കെയായിരുന്നു നമ്മുടെ കേരളത്തിന്റെ കോൺഗ്രസിലെ 2 അച്ചുതണ്ടുകൾ? 2 പേരെ കൂട്ടാം, ഒന്ന് K സുധാകരൻ, ഒന്ന് VD സതീശൻ. ഇവര് 2 പേരും തമ്മിലുള്ള തർക്കമല്ലായിരുന്നു പിന്നെ ഇതിലൂടെ വെളിവായത്? അപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, ഓരോ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇവർ തമ്മിലുള്ള അടി കൂടി വരികയായിരുന്നു. അങ്ങനെ കൂടി വന്നിട്ട് ഏറ്റവും ഒടുവിൽ പുള്ളിയെ ചവിട്ടി പുറത്താക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം വിജയത്തിന്റെ ക്രെഡിറ്റ് സതീശനിസം എന്ന് പറയുന്ന ഒരു പുതിയ വേർഡ് തന്നെ ഉദയം ചെയ്തു, ഒരു ക്യാപ്റ്റൻ വിളി ഉദയം ചെയ്തു. അപ്പോൾ തൊട്ടടുത്ത സമയത്ത് തന്നെ രമേശ് ചെന്നിത്തല വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് 10ഓളം തെരഞ്ഞെടുപ്പുകൾ ഞാൻ ഉമ്മൻചാണ്ടിയും തമ്മിൽ വിജയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പെട്ടെന്നൊരു ഒരു ബോംബ് കൊണ്ടുവന്ന് പൊട്ടിച്ചു. ആര്? രമേശ് ചെന്നിത്തല പൊട്ടിച്ചു. അപ്പോൾ എന്നെയും ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ കഴിയുന്ന പ്രവർത്തന ശൈലിയുള്ള ഒരു നേതാവാണ് ഞാൻ എന്ന് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടല്ലേ അവിടെ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പിന്നീട് ചെന്നിത്തലയോ സതീശനോ. അപ്പൊ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ സതീശനിസോ എന്ന് പറയുന്ന ഒന്ന് കത്തി നിൽക്കുന്ന ഒരു ഘട്ടം. ആ കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് KC വേണുഗോപാലിന്റെ ഒരു ഉദയം ഉണ്ടാകുന്നത്. ഈ KC വേണുഗോപാൽ പെട്ടെന്ന് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ് വീണ്ടും തകർന്നു. ഈ ലാൻഡിങ്ങിനെ തുടർന്ന് പോയ വിഗ്രഹങ്ങളിൽ ഒന്ന് രമേശ് ചെന്നിത്തല, അത് ആ വഴിക്ക് പോയി. പിന്നീട് ചെന്നിത്തല വന്നെങ്കിലും അപ്പോഴും സതീശൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ തന്നെ നിൽപ്പുണ്ട്, വലിയ നേതാവ് എന്നുള്ള നിലയിൽ. K സുധാകരൻ പോയി, രമേശ് ചെന്നിത്തല പോയി, പിന്നെ ആകെയുള്ള ഒരു നേതാവ് VD സതീശനായിരുന്നു. ആ നേതാവ് ഇങ്ങനെ ഒറ്റയടിക്ക് നിൽക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് KC വേണുഗോപാൽ വന്ന് ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉടലെടുത്ത് വന്നപ്പോഴാണ് പെട്ടെന്ന് റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു ലേഡി വരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി ഉയർത്തുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇതോടുകൂടി VD സതീശന്റെ കണ്ടകശനി ആരംഭിച്ചു. VD സതീശനെ ഒതുക്കി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒതുക്കുകയും ഒതുക്കാൻ കൂട്ടുനിന്ന ഗ്രൂപ്പിനെ തന്നെക്കൊപ്പം നിർത്തുകയും ചെയ്യുകയാണ് KC വേണുഗോപാൽ ചെയ്തത്.
നമ്മളത് മനസ്സിലാക്കണം. എന്നിട്ട് അവർ മറ്റൊരു ശക്തമായ ഗ്രൂപ്പായി KC വേണുഗോപാലും സംഘവും മാറുന്നു. അപ്പൊ ഇതിനെ ഒരു ശക്തിയുള്ള ഗ്രൂപ്പ് ഇപ്പൊ അവരാണ്, പ്രബല ഗ്രൂപ്പ്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഇനി ഒരു അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആ അധികാരത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് KC വേണുഗോപാലുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മൊത്തം അധികാരം ഇവരുടെ കൈകളിലാണ്, കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ അധികാരവും. ഇനി ഇവിടെ അങ്ങനെ അതിലേക്ക് മാറുന്നു. അപ്പം ഉപതെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ എല്ലാ കാലഘട്ടത്തിലും പിളർപ്പിലേക്ക് നയിച്ചിട്ടുള്ള ഒന്നാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി അടിവരയിട്ട് ഇനി വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇതിനകത്ത് വരുന്നൊരു കാര്യമുണ്ട്. KC വേണുഗോപാൽ സൈഡ് ആകേണ്ടി വരും. എന്ന് വെച്ചാൽ സൈഡ് ആകുക എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പൊ KC വേണുഗോപാൽ മാധ്യമങ്ങളുടെ അടുക്ക് വന്നിരുന്നുണ്ട് എന്ത് പറഞ്ഞിരുന്നാലും ഞാൻ ഇവിടെ വിജയമുണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ വിജയിച്ചു, അത് വലിയ കാര്യമാണ്, ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു, രാഹുൽ മാങ്കൂട്ടം ചർച്ച ചെയ്യപ്പെട്ടതേയില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഇപ്പം ചില സംസ്ഥാന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടവും ചർച്ച ചെയ്യപ്പെടുമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് UDF ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബരിമലയോ ഈ പറയുന്ന ഈ പെണ്ണ് കേസോ ഒന്നും എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? എറണാകുളം ജില്ല മുച്ചൂടും UDFന്റെ കയ്യിലേക്ക് എത്തി. ആരാണ് അവിടെ മേൽനോട്ടം വഹിച്ചിരുന്നത്? വി ഡി സതീശന്റെ മണ്ഡലത്തിൽ തോറ്റു എന്നുള്ളത് പോട്ടെ, ഇതിന്റെ വാർഡിൽ തോറ്റു എന്നുള്ളത് നമുക്ക് വിട്ടുകളയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന KC വേണുഗോപാലിന്റെ വാർഡിലും പിന്നെ LDF സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത്, കൈതവന എന്ന് പറയുന്ന വാർഡിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ KC വേണുഗോപാലിന് ഒരു പ്രാധാന്യം ഇല്ലാത്ത തെരഞ്ഞെടുപ്പായി പോയത്. KC വേണുഗോപാലിന് ഒരു പ്രാധാന്യം ഇല്ലാണ്ടായി പോയി തെരഞ്ഞെടുപ്പില്. കോഴിക്കോട് കോർപ്പറേഷൻ ആരായിരുന്നു? സതീശനിസം മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ വലിയ പ്രാധാന്യം കിട്ടാൻ പോകുന്ന രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷൻ വർഷങ്ങളായി ആരുടെ കയ്യിലിരുന്നാണ്? UDFന്റെ കയ്യിൽ, LDFന്റെ കയ്യിലിരുന്നാ. ആ LDFന്റെ കയ്യിൽ നിന്നും സമാസമെങ്കിലും വെച്ച് പൂട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ട് എത്തിച്ചില്ലേ? കേവല ഭൂരിപക്ഷം നേടുന്ന കാര്യത്തിൽ LDFനെ തടഞ്ഞില്ലേ? ആരാ തടഞ്ഞത്? ചെന്നിത്തലയ്ക്കായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരുന്നത്. ചെന്നിത്തല. അപ്പൊ അവിടെ ആരായി? ചെന്നിത്തലയായി. എറണാകുളം വില്ലേജ് ജയിപ്പിച്ച VD സതീശനുണ്ട്. ഈ പറയുന്ന കോഴിക്കോട് മലബാർ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ചെന്നിത്തലയിൽ നിൽക്കുന്നു. രണ്ട് നേതാക്കന്മാർ വളർന്നില്ലേ? രണ്ട് നേതാക്കന്മാർക്കല്ലേ പറയാൻ അധികാരമുള്ളൂ. KC എന്ത് ചെയ്തു? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ തിരുവനന്തപുരത്തിട്ട് നോക്ക്. തിരുവനന്തപുരത്ത് K മുരളീധരനായിരുന്നു. അതുവരെ 10ാം സ്ഥാനത്ത് കടന്നിരുന്ന, അല്ലെ വെറും 10 സീറ്റുകളുമായി കടന്നിരുന്ന UDFന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? UDF മുന്നേറ്റം നടത്തി, ഇടതുപക്ഷത്തിന് തുല്യമായി മാറി. ഇരട്ടിയിലധികം സീറ്റുകൾ ഇവിടെ തിരുവനന്തപുരത്ത് UDF പിടിച്ചു. അപ്പം ഇവിടെ K മുരളീധരൻ വലിയ ആളായ ചത്ത് കിടന്ന UDFനെ അത്രയെങ്കിലും ഉള്ള സ്ഥാനത്തേക്ക് എത്തിക്കാൻ K മുരളീധരന് കഴിഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇതുവരെ നിലനിന്നിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, അതായത് K മുരളീധരനാണെങ്കിലും VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും, ഇവരുടെ 3 പേരുടെയും കഴിവ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു മുന്നേറ്റം ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായെന്ന് കണ്ണടച്ച് പറഞ്ഞാലും തെറ്റില്ല. തിരിച്ച് KC വേണുഗോപാൽ എന്ത് ചെയ്തു? KC എന്ത് ചെയ്തു? ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടുവോ? ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും ജില്ലകളിൽ പ്രവർത്തിച്ചോ? ഇല്ല. അപ്പൊ ഇതൊന്നും ചെയ്യാതെ KC വേണുഗോപാൽ പിന്നെ ഇതിന്റെ ഫലം പറ്റാൻ വരികയാണോ ശരിക്കും ചെയ്യേണ്ടത്? എല്ലാം എന്റെ കയ്യിലെ ഗുണം കൊണ്ടാണ് എന്ന് ഏറ്റവും ഒടുവിൽ വന്ന് വിധി എഴുതാൻ വേണ്ടിയിട്ടാണോ KC വേണുഗോപാൽ വേണ്ടത്? നാളത്തെ ദിവസങ്ങളിൽ മുതൽ ഇത് ചർച്ചയിൽ വരും. ഇത് ചർച്ചയിൽ വരിക എന്ന് മാത്രമല്ല, ഇപ്പോഴും VD സതീശന്റെ സ്ഥാനത്ത് നിൽക്കും. പ്രതിപക്ഷ നേതാവാണ്. നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയെയും അതോടൊപ്പം തന്നെ SDPയെയും ഒക്കെ കൂടെ നിർത്തുന്നതിന് വേണ്ട പങ്ക് വഹിച്ചത് ആരാണ്? VD സതീശനാണ്. UDFന്റെ ചെയർമാനാണ്. ഈ വിജയം ശരിക്കും പറഞ്ഞ് UDFന്റെ ചെയർമാൻ അവകാശപ്പെട്ടതാ, VD സതീശൻ അവകാശപ്പെട്ടതാ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. VD സതീശന് വേണ്ടി തന്നെ ഉള്ളതാണ് ഈ വിജയം. അല്ല, ഇതിന്റെ പങ്ക് പറ്റാനായിട്ട് ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. കോഴിക്കോട് ജില്ലയിൽ അത്രയും വലിയ മുന്നേറ്റം, അത്രയും വലിയ ഒരു പ്രതിസന്ധി, അവിടെ 200-ഓളം ആളുകൾ കോഴിക്കോട് കോൺഗ്രസിൽ നിന്നും വിട്ടുപോയിട്ടും VM വിനു അടക്കമുള്ള ഒരാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് പോലും അത്രത്തോളം പ്രതിസന്ധി കോൺഗ്രസ് പാർട്ടി കോഴിക്കോട് അഭിമുഖീകരിക്കുന്ന സമയത്ത് പോലും ആ കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ രമേശ് ചെന്നിത്തല നല്ല പാടുപെട്ടുന്നേ. ഈ രമേശ് ചെന്നിത്തലയെ കഴിഞ്ഞ തവണ വളരെ നിസ്സാരപ്പെട്ട വോട്ടിനാണ് രമേശ് ചെന്നിത്തല ജയിച്ചു കയറിയത്. ഇനി സംഭവിക്കാനായിട്ടുള്ള കാര്യം പറയാം. ഇതിന്റെ ഒരു ക്രെഡിറ്റ് എന്നുള്ള നിലയിൽ KC വേണുഗോപാൽ പതുക്കെ ബാക്കിയുള്ളവർ ഈ KC അനുകൂലികളെ കൊണ്ട് പറഞ്ഞ് ഇത് തന്റെ തലയിലേക്ക് കൊണ്ടുവരും.
ഇത് ക്രെഡിറ്റിന്റെ പി ആർ വർക്ക് നടക്കുന്നതിനാണല്ലോ. പി ആർ വർക്ക് ചെയ്യാൻ പറ്റിയ 2 മുതലുകൾ അതിനകത്തുണ്ട്. ഷാഫി പറമ്പിലും ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് പൂച്ചെണ്ട് നൽകിയല്ലേ അവിടെ പാലക്കാട്ടുകാർ സ്വീകരിച്ചത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ പേര് ജയിൽവാസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുകയല്ലേ. അങ്ങനെ അത്ര വലിയ കഴിവുള്ള ഒരു നേതാവാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ പൂച്ചെണ്ട് നൽകി വേണ്ടേ സ്വീകരിക്കാൻ? അങ്ങനെ പൂച്ചെണ്ടൊക്കെ നൽകിയാ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ കളത്തിലുണ്ടെന്നേ. ഈ രാഹുൽ മാങ്കൂട്ടം കളത്തിലുണ്ട്. ഇനി ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഉപജാപക സംഘം ഉണ്ടാക്കുകയാണ് ചെയ്യാൻ പോണത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും കെ സിയും കൂടെ. ഇനി ഈ കെ സിക്ക് പതുക്കെ എങ്ങനെയെങ്കിലും ഈ ക്രെഡിറ്റ് തന്റെ പേരിലേക്ക് ആക്കണം. അതിന് പറ്റിയ അടവുകളും അതിന് പറ്റിയ സൈബർ ഗുണ്ടകളും ഒക്കെ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഇനി പതുക്കെ വി ഡി സതീശൻ ഒന്നും ചുക്കും ചെയ്തില്ല എന്നുള്ള പേരുദോഷം വരും. എല്ലാം പിന്നെ ഈ പറയുന്ന ആളുടെ തലയിലെ ബുദ്ധിപരമായ നീക്കം കാരണമാണ്. ചെന്നിത്തല ഒന്നും ചെയ്തിട്ടില്ല, ഈ പറയുന്ന കെ മുരളീധരൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ കേരളത്തിലുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാം അടിച്ചൊതുക്കുക എന്നുള്ളതാണ് ഇനി അവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ അടിച്ചൊതുക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ഇവർ പ്രതികരിച്ചു തുടങ്ങും. അതായത് ഈ പ്രതികരണം രഹസ്യമായത് പിന്നീട് പരസ്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. പിന്നീട് വലിയ തർക്കങ്ങളിലേക്ക് പോകും. ഇത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് ഇവർ തമ്മിലുള്ള തർക്കം രൂക്ഷമായി ഈ തമ്മിലടിയിലേക്ക് പോകും. പിന്നെ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഒറ്റ നേതാവിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത തവണ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ സംഭവിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ കെ സി ആണ് ഇതെല്ലാം നോക്കുന്നത്. അവൻ മത്സരിക്കണോ വേണ്ട എന്നുള്ള കാര്യം കെ സി തീരുമാനിച്ച് വി ഡി സതീശനോട് പറഞ്ഞ് വി ഡി സതീശൻ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനെ ജയിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം കെ സി തീരുമാനിക്കും. ജയിപ്പിക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ ജയിക്കില്ല തന്നെ. ഈ ചെന്നിത്തല ഇനി ഹരിപ്പാട് അല്ലെങ്കിൽ ഇനി ഏത് നാട്ടിൽ പോയിരുന്നാലും ചെന്നിത്തല തോൽപ്പിച്ചോളയും ഇവര്. കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് ഈ ചെന്നിത്തല ഹരിപ്പാടൊന്ന് വിജയിച്ച് കയറിയത്. കാര്യം തോൽപ്പിച്ചേനെ അവിടെ. അത്രത്തോളം കള്ളക്കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജയമൊക്കെ സംഭവമൊക്കെ ശരിയാണ്. പലയിടത്തും ഈ പറയുന്ന പോലെ തൂക്ക് ഭരണസമിതിയൊക്കെ വരുമെങ്കിൽ തന്നെയും ഇത് പലയിടങ്ങളിലും ഇവർ പരീക്ഷിച്ച് മിക്കവാറും കൈവിട്ടു പോകാൻ സാധ്യതയുള്ള ഒരു രീതി തന്നെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഇപ്പം വിജയിച്ചതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അത് ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോ പറഞ്ഞ പോലെ പ്രാദേശികമായ ചില ചലനങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ ക്രെഡിറ്റ് ചർച്ചകൾ അങ്ങോട്ട് വഴിയെ നടക്കും. ക്രെഡിറ്റ് ചർച്ചകൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള കോൺഗ്രസിന്റെ ഒരു ഫേസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ തമ്മിലടി തുടങ്ങും. ഈ തമ്മിലടി വീണ്ടും രൂക്ഷമാകും. ചിലപ്പം ഈ പറയുന്ന വി ഡി സതീശൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, ജയിക്കില്ല. കെ മുരളീധരൻ മുരളീധരന് പിന്നെ തോൽവി ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് കെ മുരളീധരൻ വീണ്ടും മത്സരിക്കും, വീണ്ടും കെ മുരളീധരനെ തോൽപ്പിക്കും. പിന്നെ അതോടുകൂടി ഇവരൊക്കെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് തന്നെ പോകും. ഇവരൊക്കെ ഈ പറയുന്ന പോലെ കെ സി വേണുഗോപാൽ പിന്നെ ഇവിടെ കളം പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കെ സി മുഖ്യമന്ത്രി ആകണമെന്നുള്ള ഒറ്റ മോഹം കൊണ്ടാണ് ഇവിടെ കേരളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പിന്നല്ലാതെ മുഖ്യമന്ത്രി ആകണം, അതിനുവേണ്ടി തന്നെയാണ് ഈ പറയുന്ന ഇവിടെ പിന്നെ ഈ പറയുന്ന വി ഡി സതീശന്റെ ശരിക്കുള്ള കൈക്കാരായിരുന്നു. വി ഡി സതീശന്റെ ശരിക്കുള്ള സ്ട്രെങ്ത് ആരായിരുന്നു അറിയോ? ഈ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടും ആയിരുന്നു വി ഡി സതീശന്റെ ഏറ്റവും വലിയ ആയുധം. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ വലത് കൈ കട്ട് ചെയ്തങ്ങെടുത്തു, കൈ കട്ട് ചെയ്തങ്ങെടുത്തു, കൈ മുറിച്ച് നേരെ കൊണ്ടുവന്ന് കെ സി വേണുപോലെ ഫിറ്റ് ചെയ്തു. കഴിഞ്ഞില്ലേ? ഇനിയും എങ്ങനെയാണ് വി ഡി സതീശൻ പെരുമാറുന്നത്? ഇനി ഇറങ്ങാൻ കഴിയുമോ? ഈ തരത്തിലുള്ള ചർച്ചകൾക്ക് ഈ ഒരു അധികം വൈകാതെ തന്നെ എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ ഈ ക്രെഡിറ്റുമായി ഇന്ന് വൈകുന്നേരം തന്നെ മിക്കവാറും തുടങ്ങും. സതീശനിസം, ഇനിയിപ്പം കെ സി ഇസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസങ്ങൾ പലയിടത്തും ഇങ്ങനെ ഇനി ചെന്നിത്തല ഇസം എന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് പലതും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇതിനെല്ലാം ഒപ്പോസ് ചെയ്യേണ്ട ചില നേതാക്കന്മാർ വരാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പം പിന്നെ ഇവൻ ജയിച്ചു, അതായത് നമ്മുടെ ശബരിനാഥൻ ജയിച്ചു. അപ്പം തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അപ്പം ഉടനെ മുരളീസം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ഇങ്ങനെ ഇസങ്ങളുടെ ഒരു വലിയ കളികൾ ഇനി ഉണ്ടാകാൻ പോകും. 2 ദിവസം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും. അതായിരിക്കുന്നല്ലേ കാര്യം. മിക്കവാറും കെ സി വേണുപോലെ നടക്കുന്നതിന്റെയും മറ്റേ പാട്ടൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോ അങ്ങോട്ട് റീലുകളുടെ ഒരു വലിയ പ്രവാഹം ഉണ്ടാവും. പടനായകൻ ഞങ്ങളെ ജയിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ പടനായകൻ എന്ന് വിശേഷിപ്പിക്കാനോ വിളിക്കാനോ കഴിയുന്ന തരത്തിലുള്ള ഒരു ജയവും ഉണ്ടാക്കിക്കൊണ്ട് തരാൻ ഈ പറയുന്ന കെ സി വേണുഗോപാലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിലെല്ലാം നമ്മൾ മാനിക്കേണ്ടത് വി ഡി സതീശൻ ചില സമയങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ പ്രാധാന്യമുള്ള നിലപാടുകളായിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി ഈ പറയുന്ന വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ഒപ്പം നിർത്താനുള്ള ഒരു ശേഷിയൊക്കെ വി ഡി സതീശന്റെ തലയിൽ നിന്ന് ഉദിച്ചു വന്ന ചില ഐഡിയകളാണ്. അതിലൊക്കെ വി ഡി സതീശൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. വി ഡി സതീശനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയ തന്ത്രത്തിൽ എങ്ങനെ കളിക്കണം എന്നുള്ള ആ രീതിയിൽ ഒരു തന്ത്രജ്ഞതയൊന്നും കെ സി വേണുഗോപാലിനില്ല. ഉടായ്പ് കാണിക്കാനുള്ള ബുദ്ധി മാത്രമേ കെ സി വേണുഗോപാലിന്റെ തലയിലുള്ളൂ. ഉടായ്പ് അറിയാവുന്ന കുറെ ബിരുദന്മാരോ ഒക്കെ ഉള്ളത്. ഇവരൊക്കെ നേതാക്കന്മാരാകത്തില്ല. രാഹുലൊക്കെ എങ്ങനെ നേതാവാകുമായിരുന്നെന്ന്
ആരും നേതാക്കന്മാരാകാനൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതിയൊരു പോർമുഖം ഇതിനകത്ത് തുറക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി നടക്കാൻ പോകുന്നത്.